ഗുഡ് മോർണിംഗ്. രാവിലെ കഞ്ഞി വെക്കാനുള്ള പ്ലാനാണ്. രാവിലെ എണീച്ച് ഇപ്പം സമയം 9 മണിയാകാൻ പോകുന്നുണ്ട്. കഞ്ഞി വെക്കാൻ അടപ്പിലരി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഒരു തട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, തട്ട് മേടിച്ചു തന്നു. പിന്നെ അരിയാണുള്ളത് വന്നിട്ടുണ്ട്. പിന്നെ വാട്ടർ തീർന്ന്, പിന്നെ വെള്ളം തീർന്ന്, പിന്നെ റൈസ് അരി തീർന്നിട്ടുണ്ട്. പിന്നെ ഒരു കസാര വന്നിരുന്ന് അരിഞ്ഞ് വറക്കാൻ വേണ്ടി ഒരു കസാരയൊക്കെ തന്നു. കസാര ഒന്ന് ക്ലീനായിട്ടൊന്ന് കഴുകണം. അത് വണ്ടി കഴുകാനാണ് തോന്നുന്നത്. പിന്നെ ഇന്നലെ വണ്ടി ഞങ്ങൾ ബാബ വന്നിട്ട് വണ്ടി കയറിയിരിക്കാൻ പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. കാരണം ഓട്ടോമാറ്റിക് ഗിയറിൻ്റെ വണ്ടിയായിരുന്നു. ഞാൻ ഓട്ടോമാറ്റിക് ഗിയറിൻ്റെ മറ്റേ ഷിഫ്റ്റ് ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടി ഞാൻ ഓടിച്ചിട്ടില്ല. കയറിയിരുന്നു പുള്ളി വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അന്നേരം ഈ പവർ ബ്രേക്ക് ഒന്ന് റിലീസ് ചെയ്യണം. ഞാൻ ചവിട്ടി തന്നെ വെച്ചിട്ടുണ്ട്. ചവിട്ടി മേപ്പോട്ട് നിർത്താൻ മതിയാണ്. പിന്നെ പെട്ടെന്ന് വന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞു മാറ്. ഞാൻ കയറിയിരുന്നു. ഇറങ്ങിയിട്ട് ഞാൻ അപ്പുറത്ത് കയറിയിരുന്നു. പുള്ളി കയറി സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് പുള്ളിയും വിളിച്ച് ചോദിച്ചതിന് ശേഷം പുള്ളിയും സ്റ്റാർട്ടാക്കി. വണ്ടി എനിക്കൊന്ന് റെൻറ്റ് വണ്ടിയായിരുന്നു തോന്നുന്നു. അവരെ വണ്ടി എനിക്ക് തന്നില്ല. റെൻറ്റ് വണ്ടി 2 ദിവസം കൊണ്ട് വണ്ടി ഇന്നലെ വീഡിയോയ്ക്ക് അത് കിടപ്പുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു വണ്ടി അവിടെ ഫ്രണ്ടിൽ കിടപ്പുണ്ടായിരുന്നു. ആ വണ്ടി തന്നെ അത് പുള്ളി എന്നിട്ട് കയറി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി കുറച്ച് ഓടിച്ചിട്ട് എന്നോട് പറഞ്ഞ് വണ്ടി ഓടിക്കാൻ പറഞ്ഞു. ഞാൻ ഓടിച്ചു. അവിടെ ഞങ്ങൾ കുറച്ച് അവിടെ നിന്ന് 1.5 കിലോമീറ്റർ ഓടിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് വണ്ടി സൈഡിലോട്ട് കയറ്റാൻ പറഞ്ഞു. സൈഡിലോട്ട് കയറ്റിയിട്ടിട്ട് റിവേഴ്സ് എടുക്കാൻ പറഞ്ഞു. റിവേഴ്സ് എടുത്തപ്പോൾ ഞാൻ ഇവിടെ ക്യാമറ ഉണ്ടല്ലോ മറ്റേ ഉള്ളിൽ, ആ ക്യാമറ വഴി നോക്കി പുള്ളി പറഞ്ഞ് ഗ്ലാസ്സിൽ നോക്ക്. കാശ് വെക്കുന്ന കാര്യമില്ല, നമ്മൾ ക്യാമറ വഴി കാണാമല്ലോ നമ്മൾ ബൈക്കിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്ന്. ഒന്നുമില്ല, മെയിൻ റോഡ് ഞാൻ പോകുന്നത്. റിവേഴ്സ് എടുത്ത് വീണ്ടും തിരിച്ച് വണ്ടി കൊണ്ടുവന്നപ്പോൾ പുള്ളി പറഞ്ഞ് സൈഡ് ശ്രദ്ധിക്കണം, സൈഡ് കൂടുതലായിട്ട് കൊണ്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. സൈഡ് കൂടുതൽ പോകത്തൊന്നുമില്ല. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ വലത്തെ സൈഡിൽ നിന്ന് ഓടിച്ചാളാണ്. പിന്നെ ഇടത്തെ സൈഡ് വരുമ്പോൾ നമുക്ക് അത്ര ചെറിയൊരു ഇതുണ്ടാവും. കുഴപ്പമില്ല. പുള്ളി ഇവിടെ കൊണ്ടുവന്നു വണ്ടി ഞങ്ങളടുത്തോണ്ടും പാർക്ക് ചെയ്യാൻ പറഞ്ഞു. കയറ്റിയിട്ട് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പുള്ളി ഇറങ്ങി. പുള്ളി എന്തോ പറയുന്നുണ്ട്. ഞാൻ എന്തോ പറയുന്നത് നല്ലതാണെന്നോ സാർ. ഞാൻ എന്നിട്ട് പറഞ്ഞ മാനുവൽ ഗിയർ 6. പുള്ളി എൻ്റെ മുഖത്തൊക്കെ നോക്കുന്നുണ്ട്. പുള്ളി ഇനി ഞാൻ ഓടിച്ചെൻ്റെ നോക്കിയതാണെന്നോ എന്തിനാ തെറ്റുണ്ടോയെന്നൊന്നും അറിയത്തില്ല. പുള്ളി ഞാൻ പറഞ്ഞ് മാനുവൽ ഗിയർ 6 ഗിയർ 10 ഇയേഴ്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ പുള്ളി നോക്കി നിന്നിട്ട് കയറിപ്പോയി. ഞാൻ പിന്നെ അവിടെ മാറി നിന്ന് കുറച്ച് നേരം നിന്ന് പുള്ളി ഒന്ന് നോക്കിയിട്ട് എന്തൊക്കെയോ പറഞ്ഞു. എനിക്കൊന്നും ഞാൻ അവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് പയ്യൻ വന്ന് പറഞ്ഞതുകൊണ്ട് ഇത് സാധനം മേടിച്ചു പറഞ്ഞു. എടുത്തോണ്ട് പോയി കഴിഞ്ഞിട്ട് പറഞ്ഞ് 6 മിനിറ്റ് ക്ലീനിങ്. എന്ത് ക്ലീൻ ചെയ്യാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഒന്നും മനസ്സിലായി. ചിലക്ക് അറബി തന്നെ പറഞ്ഞു, പക്ക അറബി. 6 മിനിറ്റ്സ് ക്ലീനിങ്. ഞാൻ ചോദിച്ചു 6 മിനിറ്റ് ക്ലീനിങ് വാഷ് എവിടെ ക്ലീനിങ് ഫ്രണ്ട് അവൻ പിന്നെ ഇറങ്ങി. ഞാൻ പിന്നെ എന്ത് ചെയ്തു, ആ ഫ്രണ്ട് എന്നിട്ട് അങ്ങോട്ട് ഫ്രണ്ട് ഇട്ട് ഇറങ്ങി വെള്ളം എടുത്തോണ്ട് പരിപാടി അങ്ങ് ആരംഭിച്ചു. കാണിക്കാം. അതെ, ഈ തറ അങ്ങോട്ട് ക്ലീൻ ചെയ്തു. ഇവിടുന്ന് ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടി. ഈ വണ്ടി തന്നെ ഈ വണ്ടി തന്നെ സാധനം തന്നെ നമ്മൾ ഇങ്ങനെ ഓടിച്ചത്. ഇവിടെ വരെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു GMC വണ്ടി, യോക്കോ GMC വണ്ടി കിടപ്പുണ്ടായിരുന്നു. അതെന്നോട് പറഞ്ഞ് യോക്കോ GMC വണ്ടി എന്ത് പോയോ, അതൊക്കെ എവിടെ നിർത്തേണ്ടി വരുന്ന എന്നൊരു പിടിയില്ല ദൈവമേ. GMC വണ്ടി കിടപ്പുണ്ടെന്ന് അതെന്നോട് കഴുകാൻ പറഞ്ഞു. അത് ഞാൻ ക്ലീനായിട്ട് കഴുകി. നമ്മുടെ ആദ്യത്തെ ഇതില്ലേ, ഞാൻ ക്ലീനായിട്ട് കഴുകിയിട്ട് പിന്നെ വണ്ടി തുടച്ച് ക്ലിയറാക്കി ഇവിടെ ഇട്ട് രാത്രി അവർ അങ്ങ് ഇവിടെ പോയി. പിന്നെ ഇതാണ് നമ്മുടെ റവിയുടെ ഇത് കാറൊക്കെ കൊണ്ടുവരുന്ന കാർ. ഫോട്ടോ എന്തിലാകട്ടെ. പിന്നെ ഇത് ഇവിടുത്തെ വണ്ടി ലോഡിങ്ങിന് പോകുന്ന വണ്ടിയാണ്.
മുറ്റിലും പാറപ്പൊടിയൊക്കെ കൊണ്ടിറക്കുന്ന വണ്ടിയത്. പിന്നെ ഞാൻ പറഞ്ഞില്ല അവിടെ അവിടെ ഇപ്പോൾ ആടാ പോകുന്നുണ്ടോ, വണ്ടി പോകുന്നുണ്ടോ, കണ്ട മെട്രോ ആ മെട്രോ വണ്ടി പോയണ്ട, അത് അങ്ങനെ പെട്ടെന്ന് അങ്ങ് പാസ് ചെയ്ത് പോകും. പിന്നെ എന്നോട് പറഞ്ഞു ഇന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അറബി മെസ്സേജ് ഇട്ടേക്കുന്നത് എനിക്ക് ഇവിടുത്തെ ലൈസൻസ് എടുത്തേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും, നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. അത് എപ്പോഴാണെന്ന് അറിയത്തില്ല. പിന്നെ അവിടെ പോകാൻ പിന്നെ ഹോസ്പിറ്റലിലെ കാര്യം എന്നോട് ആ പയ്യൻ പറഞ്ഞായിരുന്നു, ഞാൻ സാർ പറഞ്ഞു. പക്ഷേ ഞാൻ എന്നിട്ടും ഞാൻ പിന്നെ വേറെ മെസ്സേജൊന്നും വന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ആശുപത്രി ഇടണം, അല്ലെങ്കിൽ ഞാൻ പിന്നെ പോകുന്നുണ്ട്, എന്നാലും അതുകൊടുത്ത് ഇടും. ഇന്ന് 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ അവിടെ എല്ലാം പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വേറൊരു പൂച്ച വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടിത് ഒന്ന് ആറിന് ചാടിപ്പോയി. പിന്നെ ഇപ്പുറത്തെല്ലാം മറക്കാമെന്നുണ്ടെങ്കിലാണ്, അതൊക്കെ നമുക്ക് നല്ല വീഡിയോ ഇടാം. അപ്പോൾ നമ്മൾ നല്ല വീഡിയോ അവസാനിക്കുന്നു. ഇച്ചിരി ലെങ്ത് കൂടിപ്പോയി, പക്ഷെ അവിടെ എല്ലാം പോയതുകൊണ്ടാണ്. ചിലപ്പോൾ ഇനിയും കൂടും, അതേ കുഴപ്പമൊന്നും. ഞാൻ ബാക്കി നല്ല കാര്യങ്ങളിടാം. ഓക്കെ, നമുക്ക് ഓക്കെ. അപ്പം ബൈ.